അപ്പോൾ ബാലകൃഷ്ണൻ വടകര എന്നോട് ഒപ്പം ചേരുന്നുണ്ട്. യെസ്, ശ്രീ ബാലകൃഷ്ണൻ വടകര. സാർ നമസ്കാരം. നമസ്കാരം. ഇതിലെന്താ അത്ഭുതപ്പെടാനാ സാർ? എന്താണ്? ഒരു കൊലക്കേസിലെ പ്രതിയുടെ കല്യാണമല്ലേ ഒരു MLA നടത്തിക്കൊടുത്തത്. അപ്പൊ ഗോവിന്ദ മാഷ് ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതും വേടം പ്രതിയായിട്ട് തെളിഞ്ഞിട്ടുള്ള ആരോപണം മാത്രമേ ഉള്ളൂ. കൊലക്കേസിലെ പ്രതിയെ അയാളെ MLA ഇന്നത്തെ ബഹുമാനായ സ്പീക്കർ നേരത്തെ നിന്ന് നടത്തി കൊടുക്കുന്നത് നമ്മൾ കേരള സമൂഹം കണ്ടതല്ലേ. ഇതിലെന്ത് അത്ഭുതപ്പെടാനാ? ഇത് അവരുടെ പോളിസിയാണ്, അവരിതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. അത്രേ എനിക്കും അറിയാനുള്ളൂ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശാന്തകുമാരി 7996 എന്നോട് പറയുന്നു, എന്നെ കണ്ടതിനൊക്കെ ശേഷം എന്നെ കണ്ടു, ഒരു ദീർഘകാല അവധിക്ക് ശേഷമാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഏതായാലും സന്തോഷം. അപ്പോൾ AK കൃഷ്ണൻകുട്ടി എന്നോട് ചോദിക്കുന്നു, ദിലീപിൻ്റെ സിനിമ കാണുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. ദിലീപ് ഇപ്പോൾ ഏതായാലും കുറ്റവിമുക്തനായല്ലോ. നമുക്കിനിപ്പോൾ ആ നിലപാടിൽ എനിക്കറിയില്ല എന്താണ് പറയേണ്ടത്. കുറ്റവിമുക്തനാണ് ദിലീപ് എന്നാണ് പറയുന്നത്. ഞാൻ ഏതായാലും സിനിമയൊന്നും അധികം അങ്ങനെ പോയി ഇങ്ങനെ ദിലീപ് അങ്ങനെ ആൾറെഡി അധികം കാണാത്ത ഒരാളാണ്. അപ്പോൾ എനിക്കതിനെ കൃത്യമായി അറിയില്ല. മാക്കൂട്ടത്തിൽ ഒരു MLA ആണ്. വീണ്ടും അയാൾക്ക് ഒരു പൊതുപ്രവർത്തകനെ കമ്പയർ ചെയ്യേണ്ട, വേടനുമായിട്ട് ഒരു പൊതുപ്രവർത്തകനെ കമ്പയർ ചെയ്യേണ്ട. പൊതുപ്രവർത്തകൻ ഇത് എന്നോട് ജിയോവിയാണ് പറയുന്നത്. ഓക്കെ ജിയോ, ഞാൻ പറഞ്ഞ ജിയോ പറയുന്നതിൽ ഒരു കാര്യമുണ്ട് കേട്ടോ. കാരണം ഒരു പൊതുപ്രവർത്തകൻ കുറേ കൂടി ഉയർന്ന തലത്തിൽ ധാർമ്മികത പുലർത്തണം. പക്ഷേ എല്ലാ മനുഷ്യരും ഒരു സ്വാഭാവിക ധാർമ്മികത പുലർത്തണം. വേടൻ ധാർമ്മികത പുലർത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഏതായാലും കോടതി തെളിയിക്കട്ടെ. അങ്ങനെ പരാതി 2-3 ഇടത്തു നിന്ന് വന്നു. പക്ഷേ ഇവിടെ ഗോവിന്ദൻ മാഷും പൊതുപ്രവർത്തകരാണ്. അദ്ദേഹവും ഒരു ധാർമ്മികത പുലർത്താൻ ബാധ്യസ്ഥനാണ്. മാത്രമല്ല ഇത്തരം സ്ത്രീ വിരുദ്ധ കക്ഷികളോടൊക്കെ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ്. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്, അതാണ് ഇവിടെ പ്രശ്നം വരുന്നത്. ഓക്കെ, പൊതുപ്രവർത്തകൻ, പുരോഹിതൻ, ഇവർക്കൊക്കെ അല്പം കൂടുതൽ എനിക്ക് ഇംഗ്ലീഷാണ് വായിക്കാൻ കിട്ടുന്നില്ല, മലയാളത്തിൽ എഴുതുന്നുണ്ട്. ഓക്കെ, ലിയോക്സ് എന്നോട് പറയുന്നു വേടൻ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. ഓക്കെ, ശ്രീനിവാസൻ എന്നോടൊപ്പം ചേരുന്നു. ശ്രീനിവാസൻ, ഈ വേടെന്ന് പറഞ്ഞ ആൾക്കൊന്നും ഒരു ക്ലീൻ സ്റ്റേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല ജനങ്ങള്. മനസ്സിലായിട്ടുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിയില് പാട്ട് പാടിയിട്ട് അതിന് അനുകൂലമായിട്ടുള്ള അയാൾ പാടിക്കൊണ്ടാണല്ലോ അവിടെ ജനം കൂടുന്നത്. പഴയ കാലത്ത് ശ്യാമശിവന്റെ കഥാപ്രസംഗം കേൾക്കാനായിട്ട് ഇവിടെ ആൾക്കാർ കൂടിയിട്ടില്ലേ? അതേപോലെ ഇവിടുത്തെ സഖാക്കൾ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത്, വേടനെ പൊറ്റിക്കൊണ്ട് നടക്കുന്നത്. ഈ ഇലക്ഷനോട് കൂടി നിയമസഭ ഈ ഇലക്ഷനോട് കൂടി വേടന്റെ പണിക്കൂട്ടി കഴിയും. സാംബശിവന് പകരം വേടനായോ ഇപ്പൊ CPM കേന്ദ്രങ്ങളിൽ, അങ്ങനെയാണോ പറയുന്നത്? അതെ, അത് 100%. അതല്ലേ ഗോവിന്ദ മാഷ് പൊട്ടി നടക്കുന്നതും മാർക്സിസ്റ്റ് പാർട്ടി വേടനം പൊട്ടി നടക്കുന്നത്. എന്തെല്ലാം കേസുകളുണ്ട് അയാൾക്ക്? കഞ്ചാവ് കേസ്, മറ്റുള്ള കേസുകൾ. 100 വെറുതെ ഒരാളുടെ പേരിൽ കേസാക്കില്ലല്ലോ. വെറുതെ ചുമ്മാ ഒരാളുടെ പേരിൽ കേസാക്കിയിട്ട് ചാർജ് ചെയ്യോ? അത് എന്തൊരു ന്യായങ്ങൾ? എന്നിട്ട് പിന്നെ പൊക്കിക്കൊണ്ട് നടക്കുക. ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം സാറ്, അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെയുള്ളതൊക്കെ. വേടനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആൾക്കാർ ആരാന്നുള്ളത് എല്ലാവർക്കും ജനങ്ങൾക്ക് മനസ്സിലാവും. അത്ര നല്ല ക്ലീൻ സൈറ്റുള്ള ആളൊന്നുമല്ല എൻ്റെ അഭിപ്രായത്തിൽ. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ അമ്പാടി എന്നോട് ചോദിക്കുന്നു, ഈ കഞ്ചാവ് കേസിൽ വേടനെ പിടിച്ചത് ഗോവിന്ദൻ്റെ പോലീസല്ലേ എന്ന് പറയുന്നു. സെയിൻ്റ് ആവാൻ കോൺഗ്രസ് ആവൂ എന്ന് എന്നോട് സെബാസ്റ്റ്യൻ CA പറയുന്നു. അപ്പോൾ കോൺഗ്രസിൽ ചേരൂ, അപ്പോൾ സെയിൻ്റ് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, പഞ്ചാപക്കം എന്നോട് പറയുന്നു, നിയമങ്ങൾക്ക് ഒരു മാറ്റം വരുത്തണം, കള്ളക്കേസുകൾ കൂടുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് ഇത്തരം കേസുകൾ അതും ഒരു വലിയൊരു വിഷയമാണ്. ഇത്തരം കേസ് വരുമ്പോൾ ഒരു പരാതി കിട്ടുമ്പോൾ തന്നെ അത് കുറച്ചും കൂടി ഗൗരവത്തോടു കൂടി എടുത്ത് അത് കുറേ കൂടി ഒരു അന്വേഷണത്തിന് ശേഷം FIR രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത് പലപ്പോഴും കള്ളക്കേസുകളും വരുന്നുണ്ട് എന്ന് എന്നോട് പഞ്ചാപക്കം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. വന്നാൽ ഒരാളുടെ പ്രതിച്ഛായ വല്ലാതെ തകർന്നു പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ശ്രീനിവാസൻ എന്നോടൊപ്പം ചേരുന്നത് ബാലരാംപുരത്താണ്. ശിവദാസനാണ്. ശിവദാസൻ നമ്മുടെ ആളാണ്. നമസ്കാരം. നമസ്കാരം സാറേ, വേടന്റെ അടുത്ത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ ശിവദാസൻ ഈ പാട്ടൊക്കെ കേൾക്കുന്നയാളാണോ? ഗാനമേളയും പരിപാടികളൊക്കെ കേൾക്കുന്ന? ഞാനത് കലാകാരനാണ്. ഞാൻ നാടകം അഭിനയിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്. 84 മിസ്റ്റർ കേരള ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ അത് അങ്ങനൊരു കാര്യമുണ്ട് സാർ. അത് വേറെ, ഞാൻ കേരളയായിരുന്നോ? അതായത് കേരള പ്രൈവറ്റ് ആയിട്ട് മിസ് ബീര കേരള ജിംനാസ്റ്റിക് തിരുവനന്തപുരത്ത് കളിച്ച് കിട്ടിയതാണ്.
കാരണം ഞാൻ കോളേജിൽ നിന്ന് പോയിട്ടില്ല. 10 നിർത്തിയിട്ട് പിന്നെ ആ മേഖലയ്ക്ക് അങ്ങ് പോയി. അപ്പോൾ ബോഡി ബിൽഡിംഗ് രംഗത്താണ് എത്ര കിലോ കാറ്റഗറിയിലാണ് മത്സരിച്ചത്? അന്ന് ഞാൻ 160 കിലോ, സോറി വെയിറ്റ് 110 കിലോ, വെയിറ്റ് 100. എന്റെ ബോഡി വെയിറ്റ് 110 കിലോ, ഇന്ന് 90 കിലോയേ ഉള്ളൂ. 110 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. 110 കിലോ വെയിറ്റ് ഉണ്ട്, ഹെവി വെയിറ്റ് ബോഡി ബിൽഡറാണ്. അതെ അതെ അതെ. അന്ന് ഇന്ന് ഇപ്പോഴും 90 കിലോ വെയിറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. 89, 90 ഇപ്പൊ ഞാൻ കണ്ടുകൊണ്ട് പോകുന്നുണ്ട്. അത് ശരി. ഓക്കെ. പിന്നെ പാട്ടുകാരനാണ്, ബോഡി ബിൽഡറാണ്, നാടക നടനാണ്. അതെ, ഞാൻ പഠിത്തത്തിലധികം ശ്രദ്ധിച്ചില്ല. 10ാം ക്ലാസ് തോറ്റു. ഞാൻ മത്സരത്തിലെല്ലാം കബഡി മത്സരത്തിൽ പൈസ ഇട്ടിട്ടുണ്ട്, സൈക്കിൾ മത്സരത്തിൽ പൈസ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പൊതുവേ പ്രേക്ഷകരെല്ലാം വലിയ പ്രതിഭകളാണ് കേട്ടോ. ഞാൻ പല ആളുകളെയും കണ്ട് ഞെട്ടുകയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മുടെ മോഹൻദാസ് ആലത്തൂർ കീബോർഡ് ഒക്കെ വായിക്കുന്ന ഒരു പ്രേക്ഷകൻ നമുക്കുണ്ടായിരുന്നു. അതായത് കുറേ ദിവസമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്. അപ്പോൾ ഞാൻ ആലത്തൂരുകാരോട് പറയണം, നമ്മുടെ മോഹൻദാസിനെ അവിടെ അറിയുന്നത്, അദ്ദേഹം കോഓപ്പറേറ്റീവ് ബാങ്കിലൊക്കെ ജോലി ചെയ്ത ആളാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.